മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഇട്ട കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. Download more. Download more. അതിന് കാരണം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മേഖല അത് അവരുടെ സമ്പാദിക്കുവാനും അത് ഡിസമിനേറ്റ് ചെയ്യുവാനും മറ്റുള്ളവർക്ക് വേണ്ടി നൽകുവാനുള്ള അവസരം ലഭിക്കുന്ന ആളുകളാണ്. ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ പറഞ്ഞതുപോലെ സർക്കാർ ഉദ്യോഗം ലഭിച്ചിരുന്നു എങ്കിൽ ലീവ് എടുത്ത് വീട്ടിൽ വെറുതെ ഇരിക്കാൻ കഴിയുന്നത്. അത് കേരളത്തിലെ ഇഷ്ടമില്ലാത്ത ഒരു ജോലിയിൽ കയറുന്ന ഒരു ശരാശരി യുവാവിൻ്റെ അല്ലെങ്കിൽ ചെറുപ്പക്കാരൻ്റെ ഒരു കണക്കൂട്ടില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ തന്നെയല്ല, ഞാനും അധ്യാപകൻ. പക്ഷെ അങ്ങനെയല്ല. അധ്യാപകൻ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടെ ജീവിക്കുകയാണ്. യേശുദാസ് എങ്ങനെ ജീവിക്കുന്നു അതുപോലെ അധ്യാപകൻ ജീവിക്കുന്നു. ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നു, ഇഷ്ടമുള്ള ചെറുപ്പമുള്ള യുവത്വത്തിൻ്റെ കൂടെ നമ്മൾ ജീവിക്കുകയാണ്. അവിടെക്കാൾ ഭാഗ്യവാന്മാരായ ആളുകൾ വേറെയാണ്. ബിസിനസ്സിൽ എപ്പോഴും തലവേദനയാണ്. എപ്പോഴാണ് ഇൻകം ടാക്സ് വരിക, എപ്പോഴാണ് സെയിൽസ് ടാക്സ് വരിക, എപ്പോഴാണ് നഷ്ടം വരിക, എപ്പോഴാണ് കോവിഡ് വരിക. അങ്ങനെ ടെൻഷൻ ജീവിക്കുന്നവരാണ് കച്ചവടക്കാർ. അവരുടെ പേര് തന്നെ കച്ചവടം എന്നാണ്. ലാഭത്തുല്യന്മാരാണ്. അവരെ മോശമാക്കി പറയുന്നില്ല. ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുന്നവരാണ് അധ്യാപകർ. കൈക്കൂലി വാങ്ങാത്തവരാണ് അധ്യാപകർ. മഹാത്മാഗാന്ധി പറഞ്ഞത് അധ്വാനമില്ലാത്ത സമ്പത്ത് കൊടിയ പാപങ്ങൾ. തീരാൻ അദ്ദേഹം കൃത്യമായി 7 കൊടിയ പാപങ്ങൾ പറയുന്നു. അത് മാറ്റി നിർത്തിയാൽ നിങ്ങൾ ഏറ്റവും നല്ല ആളായിരിക്കുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമ്പത്ത്. പക്ഷെ ആ സമ്പത്ത്, അധ്വാനമില്ലാത്ത സമ്പത്ത്, അത് ഏറ്റവും വലിയ പാപമാണെന്നാണ്. നമുക്കാ പ്രശ്നമില്ല. നമ്മുടെ അധ്യാപകർ നോളജ് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളാണ്. നോളജ്, അറിവ് പ്രസരിപ്പിക്കുന്ന ആളുകളാണ്. ഏറ്റവും നല്ല അധ്യാപകൻ ആരാണ്? വിദ്യാഭ്യാസമാണ് നമ്മുടെ ചർച്ച. അതിലേക്ക് വരുന്നതിന് മുമ്പ് പൊതുവായി നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ചില കാര്യങ്ങളാണ് ചർച്ച. അത് നിങ്ങൾ കൊല്ലാൻ പറ്റില്ല. ഒരു കോഴിയെ നമ്മൾ അറുക്കുന്നതിന് മുൻപ് അതിൻ്റെ അനുവാദം ചോദിക്കണമെന്ന് നിയമമുണ്ട്. അതുപോലെ ഉച്ച സമയത്ത് ഇപ്പോൾ കൃത്യം 1 മണി. 1 മണി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കേണ്ട സമയമാണ്. ഈ സമയത്ത് ഞാൻ നിങ്ങളോട് 1 മണിക്കൂറൊക്കെ സംസാരിക്കാൻ ഇവിടെ നിന്നാൽ എന്നെ കൊല്ലാനുള്ള ഭാഗമാണ് ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ ഉന്നത വിദ്യാഭ്യാസം അതാണ് വിഷയം. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏറ്റവും ഒടുവിലൊരു ട്രെൻഡ്, വലിയൊരു കടൽ പോലെയുള്ള ഒരു വിഷയം. അത് എവിടെ വെച്ച് ആരംഭിക്കണം, എന്തിനെ കുറിച്ച് ഫോക്കസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ സമയം ഒരുപാട് വേണ്ടിവരും. പക്ഷെ എന്നാൽ ഒരു ഉള്ള സമയം വെച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാണുന്ന പുതിയ ട്രെൻഡ് നമ്മളെയൊക്കെ ലജ്ജിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ +2 കഴിഞ്ഞാൽ വിദേശങ്ങളിലേക്ക് ചേക്കേറുകയാണ്. ഏതെങ്കിലും ഒരു ഭൂമി പണ്ടത്തെ പോലെയല്ല. സ്വത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം 5 സെന്റ് കൊടുത്താൽ ലക്ഷങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന സമയമാണ്. എത്ര വില പറഞ്ഞാലും ഇപ്പൊ നല്ല വില കിട്ടുന്നു.
ആ സ്ഥലം വിറ്റ് മകൻ അല്ലെങ്കിൽ മകൾക്ക് യൂറോപ്പിൽ പോയി അമേരിക്കയിൽ പോയി പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതിനാണ് നമ്മളൊക്കെ. എന്താ ഇന്ത്യയിൽ കേരളത്തിൽ പഠിക്കാനുള്ള സൗകര്യം? നിങ്ങളൊരു കണക്കെടുപ്പ് നടത്തിയാൽ പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, കാസർഗോഡ് ജില്ലയിൽ മാത്രം ഈ കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ കൂട്ടിപ്പോയ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണം 3 ഒന്ന് ആലോചിച്ചു. 3 എഞ്ചിനീയറിംഗ് കോളേജുകൾ കാസർഗോഡ് ജില്ലയിൽ മാത്രം വിദ്യാർത്ഥികളെ കിട്ടാത്തതുകൊണ്ട് കൂട്ടിപ്പോയി. അതൊക്കെ അറിയോ? വിദ്യാർത്ഥി കാഞ്ഞങ്ങാട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. മലബാർ കോളേജ് ഇവിടെ ആവുകാലിൻ്റെ അപ്പുറത്ത്, പിന്നെ വേറൊരു ഒരു കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെ 3 കോളേജുകൾ വിദ്യാർത്ഥികളെ കിട്ടാതെ കൂട്ടിപ്പോയി. ലക്ഷക്കണക്കിന് രൂപയാണ് മാനേജ്മെന്റ് ചെലവാക്കുന്നത്. എന്താ കാരണം? ഇത് കാസർഗോഡ് ജില്ലയിലെ മാത്രം കാര്യമല്ല. ഈ അടുത്ത കാലത്ത് നടന്ന ഒരു സർവേയിൽ പറയുന്നു 85% of the engineering graduates are not employable. 85% നമ്മുടെ നാട്ടിലെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റുകൾ ജോലി ചെയ്യാൻ അർഹരല്ല എന്നാണ് പറയുന്നത്. അതിനുള്ള സ്കിൽ അവർക്കില്ല, അതിനുള്ള കഴിവില്ല. അവരെ കുറ്റം പറയാൻ പറ്റുള്ളൂ. അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള സ്കില്ലും അറിവും കൊടുക്കേണ്ട ഉത്തരവാദിത്വം മാനേജ്മെന്റിനാണ്. അത് ഗവൺമെന്റ് ആയാലും സ്വകാര്യ വിദ്യാലയങ്ങളായാലും അവർക്ക് കിട്ടുന്നില്ല, സ്കില്ല് കിട്ടുന്നില്ല. തിയറികൾ, ആ തിയറികൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ മകളെ പഠിപ്പിച്ച ബഹുമാന്യയായ അധ്യാപികയാണ്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നമുക്കത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല, ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനു പഠിക്കണം? ഇതുവരെ ഇന്ത്യയിൽ കടന്നു വന്ന ഏക വിദ്യാഭ്യാസ സ്ഥാപനം വിദേശ സർവകലാശാല ഒറ്റ ഒരെണ്ണം മാത്രമാണ്. അത് ഗുജറാത്തിലാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി, ബഹുമാനപ്പെട്ട എന്ന് പറയുന്ന പ്രധാനമന്ത്രി സ്ഥാനത്തോടുള്ള ബഹുമാനം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഇന്ത്യനാളിൻ്റെ പദവിക്കനുസരിച്ച് വന്നതല്ല, ഒറ്റ ഒരെണ്ണമാണ്. എന്താ വരാതിരിക്കാൻ കാരണം? വരാതിരിക്കാൻ കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറയും, ഇന്ത്യയിൽ വിദേശ സർവകലാശാലകൾ കൊണ്ടുവരാൻ തക്ക നമ്മൾ ഇനിയും പ്രാപ്തരായിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെയൊക്കെ പഠിപ്പിക്കുന്ന വിദേശ സർവകലാശാലകളിൽ, എല്ലാ സർവകലാശാലകളിലുമല്ല. രാജീവ് ഗാന്ധിയൊക്കെ പഠിച്ച പഴയ കാലത്തെ സർവകലാശാലയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റികൾ, ഹാർവാർഡ് സർവകലാശാലകൾ. ഈ സർവകലാശാലകളിൽ പഠിപ്പിക്കുന്നത് ആരാ? ഫ്രാൻസിലെയും ജർമ്മനിയിലെയും ഇംഗ്ലണ്ടിലെയും സ്വിറ്റ്സർലൻഡിലെയും ഒക്കെ വിദേശ സർവകലാശാലകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ നോബൽ ലോറിയേറ്റ്സാണ്, നോബൽ സമ്മാനം വാങ്ങിയ ആളുകളാണ്. ഇന്ത്യയിൽ ഇത്രയും കാലം കൊണ്ട് നോബൽ സമ്മാനം വാങ്ങിയ ആളുകൾ എത്ര പേരുണ്ട്? എത്ര എണ്ണം എന്ന് പറയാൻ എണ്ണമൊന്നും അധ്യാപകരുടെ നിങ്ങൾ അഭിമാനിക്കാൻ പറയുന്നതല്ല. നമ്മൾ കുട്ടികളായിരുന്നില്ലല്ലോ. അജ്ഞതയുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളൊക്കെ ഒരേപോലെയാണ്. വിജ്ഞാനത്തിന്റെ കാര്യം വിട്ടട്ടെ. എല്ലാം പഠിച്ചവർ ആരുമില്ലെന്ന്, എല്ലാം അറിയുന്നവർ ആരുമില്ല. നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയില്ല, എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്കും അറിയില്ല. അതുകൊണ്ട് അറിവിന്റെ കാര്യത്തിൽ ആ അറിവ് നമുക്ക് മറ്റുള്ളവർ പകർന്നു തരുന്ന സമയം വരെ നമ്മളത് വ്യത്യസ്തരായിരിക്കും. പക്ഷെ ആ അറിവ് പകർന്നു തന്നു കഴിഞ്ഞാൽ പറയുന്ന ആളുകൾ, കേൾക്കുന്ന ആളുകൾ വിദേശ രാജ്യങ്ങളുടെ പല യൂണിവേഴ്സിറ്റികളിലും റിട്ടയർമെന്റ് ചെയ്തില്ല. 90 വയസ്സായാലും നിങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവിടെ റിട്ടയർമെന്റ് ഇല്ല. മരിക്കുന്നവർക്ക് ജോലി ചെയ്യാം. നമുക്ക് ഒരു 55 വയസ്സ് ആയ 56 കടക്കുമ്പോൾ നല്ല ആത്മവിശ്വാസം. നേരത്തെ സംസ്ഥാന പ്രസിഡന്റാണ് തോന്നുന്നു, സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. അടുത്ത വർഷം നേതൃത്വത്തിലുള്ള ആളുകൾ മിക്കവരും സർവീസിലുണ്ടാവില്ല എന്ന് പറഞ്ഞത്. സത്യത്തിൽ we retire at a very young age. 56 വയസ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായമാണ്. ഒന്ന് അറിവ് വെച്ച് ആത്മവിശ്വാസം വന്ന് ഈ നാടിനെയൊക്കെ ഒന്ന് ഉത്ബോധിപ്പിച്ച് കളയാം, ഈ നാടിനൊന്ന് മാറ്റിയെടുത്ത് കളയാം എന്ന വിശ്വാസത്തോടാണ് മുന്നോട്ട് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രാധാന്യം നമുക്കറിയാം. നാം കടന്നു പോകുന്ന ഈ കാലഘട്ടം ഓരോ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലിയെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന മേഖല ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. അതൊരു അവസരത്തിൽ
APSC എന്ന അധ്യാപക സംഘടനയുടെ പ്രാധാന്യം പ്രത്യേകിച്ച് 22-ാം തീയതി നടത്താൻ ഉദ്ദേശിക്കുന്ന ഗവൺമെന്റ് ശ്രമിച്ചപ്പോൾ അതിനെതിരെ പ്രശ്നപ്പെട്ടതാണ് ഉച്ചഭക്ഷണ പദ്ധതി കഴിഞ്ഞിട്ടുള്ളത്. പലതും മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. 550D ക്വാളിറ്റി TFT സ്റ്റീൽ ബാറായ ബിനാർ TFT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ
പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാതൽ. മിനാർ TMT Temcor FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.